പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യ 43:6 വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാന്യ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. സ്വർഗവാസികളുടെ വലിയൊരു കൂട്ടായ്മ, വിശുദ്ധരുടെ വലിയൊരു കൂട്ടായ്മ, യവസേ പിതാവിനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം, അതെല്ലാം നമ്മുടെ കൂടെയുണ്ട്. തിരുസഭയുടെ വലിയൊരു ഒരു 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 കൃപയുടെ കൂട്ടായ്മയുടെ കരം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ തുടങ്ങി സെഹിയോനിലെ എല്ലാ വൈദികരുടെയും സിസ്റ്റർമാരുടെയും ഹൽമാരുടെയും എല്ലാ ഒരു കൂട്ടായ്മയിലാണ് ഈ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് ആമുഖത്തിൽ നൽകിയൊരു വചനം അനുഗ്രഹീത വചനമാണ്. യേശയ്യ 43:6 വചനം പഠിപ്പിക്കുകയാണ്, വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും അവിടുന്ന് ആജ്ഞാപിക്കും. അതൊരു വലിയൊരു ഡെലിവറൻസിൻ്റെ വചനമാണ്. എന്ന് പറഞ്ഞാൽ, അതായത് ചിലപ്പോൾ ചില ജീവിതങ്ങളിൽ ചില കുടുംബങ്ങളിൽ നാളുകളായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുക. അപ്പോഴാണ് അത് അങ്ങനെ വിട്ടുപിടുക്കാതെ അങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ചില പൈശാചിക ബന്ധനങ്ങളാകാം, ചിലപ്പോൾ പ്രത്യേക തരത്തിലുള്ള ചില അടിമത്തങ്ങളാകാം, ചിലപ്പോൾ ചില തടസ്സങ്ങളാകാം. അപ്പോൾ കർത്താവ് കൽപ്പിക്കുകയാണ് വടക്കിനോട് വിട്ടുകൊടുക്കുക എന്ന്, അല്ല തെക്കിനോട് തടയരുത്. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി, ഇപ്പം മൂത്ത കുട്ടിയോ ഇളയ കുട്ടി എന്തെങ്കിലും പിടിച്ച് ആണെങ്കിൽ ചിലപ്പോൾ കാരണം എന്താണ് കൊടുത്തേ എന്നങ്ങോട്ട് പറയും, വിട്ടുകൊടുക്കുക എന്നങ്ങോട്ട് പറയും. എന്ന് പറയുന്നത് പോലെ ചില മേഖല കർത്താവ് കൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വചനമൊക്കെ ഇതേപോലെ കൽപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഉത്സാഹത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ നാളുകളായി നമ്മളെ തടസ്സപ്പെടുന്ന ചില മേഖലകൾ, ചില അടിമത്തത്തിൻ്റെ മേഖലകൾ ചില വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇപ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ശരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ചില കെട്ടുകളുണ്ടാവും. അത് അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നേരത്തെ ഒരുപാട് നന്നായിട്ട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ വചനം വായിക്കുമായിരുന്നു, യാമപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഇപ്പോൾ ഒരു മടുപ്പ്, പലതരത്തിലുള്ള അവസ്ഥകൾ കഴിഞ്ഞ അഭിഷേകത്തെ കേട്ടതുപോലെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഒരൽപ്പം ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, അവിടുന്ന് വിടുതൽ നൽകുന്ന ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, നാളുകളായി ആത്മീയ ജീവിതത്തിൽ മന്ദത, അലസത, ബഹുകാര്യ വ്യഗ്രത, ജോലി വ്യഗ്രത, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന സകല ദുഷ്ടാരൂപികളോടും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. പ്രാർത്ഥനാ സമയത്ത് പല വിചാരം, സുഖലോലപത, പലതരത്തിലുള്ള ആത്മീയമായ ഞെരുക്കങ്ങളും തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം, തിരുസഭാ ജീവിതം, വചന ജീവിതം, ഈ മേഖലകളിൽ ലാഘവ ബുദ്ധി കാണിച്ച് ഹൃദയം കഠിനമായി പോയ ഓരോ മേഖലകളും യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ഈശോയെ, അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് കർത്താവെ പ്രിയപ്പെട്ട സഹവൈദികരുടെ കൂട്ടായ്മയിൽ അർപ്പിച്ച മുഴുവൻ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ കർത്താവെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന്റെ യോഗ്യതയിൽ കർത്താവെ ഇപ്പോൾ കൈകൾ ഉയർത്തി ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസികദാസന്മാരുടെ തിരുസഭാ ജീവിതത്തിന്റെയും പ്രാർത്ഥനാ ജീവിതത്തിന്റെയും കൗദാസിക ജീവിതത്തിന്റെയും മജന ജീവിതത്തിന്റെയും ശുശ്രൂഷ ജീവിതത്തിന്റെയും പരാജയമറിഞ്ഞ് നിലനിൽപ്പിക്കുന്ന ദുരാത്മ സേനകളെ നാരക സേനകളെ യേശു നാമത്തിൽ കൽപ്പിക്കുന്ന വിട്ടൊഴിഞ്ഞ് നിത്യാത്മീയ നിപതിക്കാം. കൈകൾ അടിച്ച് വിടുതൽ, ഡെലിവറൻസ്. യേശു നാമത്തിൽ ബന്ധിച്ചത് വിട്ടുപോകാം. വിടുതൽ, ഡെലിവറൻസ്, ഫയർ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിയ പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ കർത്താവേ. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ കർത്താവേ. കർത്താവേ, ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ അഭിഷേകം നിറയട്ടെ ദൈവമേ. ഒരുപാട് മണിക്കൂറുകൾ വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, വചനം ധ്യാനിക്കാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് വരമായി വന്ന് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ ദൈവമേ. ഏകാഗ്രതയുടെ ആത്മാവ് നിറയട്ടെ കർത്താവ്. ഏകാഗ്രതയുടെ ആത്മാവ് നിറയട്ടെ കർത്താവ്. തീക്ഷ്ണതയുടെ ആത്മാവ് നിറയട്ടെ കർത്താവ്. ദൈവസ്നേഹത്തിന്റെ ആത്മാവ് ഒന്ന് നിറയട്ടെ കർത്താവ്. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല 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 ഹല. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. തുടർന്ന് മറ്റൊരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. നാളുകളായി ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളോടും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക. കർത്താവേ, നാളുകളായി രോഗപീഡകൾ, പൈശാചിക പീഡകൾ, തകർച്ചകൾ, കുടുംബങ്ങളിൽ കലഹം, കോപം, വഴക്ക്, വൈരാഗ്യം, നിരാശ, കുറ്റബോധം, ആത്മഹത്യ, ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോവുക, വിടുതൽ പ്രാപിക്കുക. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. യേശയ്യ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുന്ന വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് കർത്താവേ, ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും ശല്യപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും കെട്ടുകളോടും ദുരാത്മ സേനകളോടും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കുക. കൈകൾ അടിച്ച് വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കുടുംബങ്ങളിലേക്ക് വലിയ സമാധാനത്തിന്റെ ആത്മാവ് നിറയട്ടെ, ശാന്തതയുടെ ആത്മാവ് നിറയട്ടെ, എളിമയുടെ ആത്മാവ് വന്ന് നിറയട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ, വിടുതലിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ. ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഐക്യത്തിന്റെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ആരാധന, ആരാധന, ആരാധന,
ആരാധന. ആശ്വസിപ്പിക്കണമേ, നയിക്കണമേ, പരിപാലിക്കണമേ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തിനാണ് കർത്താവ് വചനം തരുന്നത്? Praise the Lord. Praise the Lord. ജെറമിയ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം നല്ല വചനമാണ്. വചനം വായിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വചനം നമുക്ക് സ്ക്രീനിൽ നോക്കി എല്ലാവരും കൂടി ചേർന്ന് നിർത്തി ഉച്ചത്തിൽ നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. കുട്ടികളൊക്കെ ഇങ്ങോട്ട് ഉറക്കെ വായിച്ചോ. പിഴുതെറിയാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ വലിയ ഒരു നിയോഗമാണ് ഈ വചനം. കർത്താവിന്റെ ഒരു ദൗത്യമാണ് ഈ വചനം. ഒരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ജെറമിയ പ്രവാചകനെ കർത്താവ് പ്രത്യേകം നിയോഗിച്ചിരിക്കുന്ന ചില രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് വൈദിക സമർപ്പിത അല്ലെങ്കിൽ സന്യസ്ത ജീവിതത്തിലേക്ക് വിളി ലഭിച്ചവർക്കുള്ളതാണ് ഈ വചനമെന്ന് പെട്ടെന്ന് നമ്മളങ്ങ് ധരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ശരി തന്നെയാണ്. പക്ഷേ അത് വൈദിക സമർപ്പിത സന്യസ്ത അല്ലാന്നുണ്ടെങ്കിൽ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു വചനമല്ല. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഓരോ വചനങ്ങളും ഓരോ വിശ്വാസിക്കും അവകാശപ്പെട്ട വചനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്? നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലായിരിക്കാം. അവർ എവിടെയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ആ വചനം അനുശാസിക്കുക. 6 കാര്യങ്ങൾ ആ വചനത്തിൽ കർത്താവ് നിനക്കൊരു ദൗത്യം ഞാൻ ഏൽപ്പിക്കുക എന്നിട്ട് പറയുക. എന്തൊക്കെയാണ് ദൗത്യങ്ങൾ? 6 കാര്യങ്ങളാണ്. 1-ാമത്തെ കാര്യം പിഴുതെറിയണം, ഇടിച്ചു തകർക്കണം, നശിപ്പിക്കണം, തകിടം മറിക്കണം, പണിതുയർത്തണം, നട്ടു വളർത്തണം. Praise the Lord. Praise the Lord. ഇങ്ങനത്തെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരമൊക്കെ ഇങ്ങോട്ട് വരാം അല്ലേ? പിഴുതെറിയണം, ഇടിച്ചു തകർക്കണം, നശിപ്പിക്കണം, തകിടം മറിക്കണം, നട്ടു വളർത്തണം, പണിതുയർത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ശരിയാണ്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ദൗത്യം എന്ന് പറയുന്നത് ഭീകരവാദികൾ ചെയ്യുന്നത് പോലെയോ ഭീകരപ്രവർത്തനം ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു വചനമല്ല ഇത്. വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തോന്നൽ വരുന്നുവെങ്കിലും ആ വചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതല്ല. Praise the Lord. Praise the Lord. ഇവിടെ 4 കാര്യങ്ങൾ ഇത് ശരിക്കും വിഭജിച്ചു കഴിഞ്ഞാൽ 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, പിന്നെ 2 കാര്യങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി. അത് ഏതൊക്കെയാണ്? ആദ്യത്തെ 4 കാര്യങ്ങളാണ് പിഴുതെറിയുക, ഇടിച്ചു തകർക്കുക, നശിപ്പിക്കുക, തകിടമറിക്കുക. ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന സംഗതികളാണ്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. അതെന്താണെന്നറിയാവോ? അതാണ് നട്ടു വളർത്തുക, പണിതുയർത്തുക. Praise the Lord. Praise the Lord. ചിലപ്പോൾ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പണിതുയർത്താൻ അത്ര എളുപ്പമല്ല അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ വലിയൊരു കെട്ടിടമായിരുന്നു അല്ലേ, 1 സെക്കൻഡ് കൊണ്ട് അതൊക്കെ JCB കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ടക്കെന്ന് പറഞ്ഞിട്ട് വേഗത ഇടിച്ചു തകർക്കാൻ നശിപ്പിക്കാം. എന്നാൽ അതുപോലത്തെ ഒരു ബിൽഡിംഗ് പണിതുയർത്തണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്, എന്തുമാത്രം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ 2 കാര്യങ്ങളും ഈ വചനത്തിന്റെ 2 അർത്ഥങ്ങൾ ഒരുപോലെ ചെയ്യാനായിട്ടൊരു വിളിയാണ് നമുക്ക് ഓരോരുത്തരും കർത്താവ് നൽകുന്നത്. Praise the Lord. Praise the Lord. എന്താണ് ഈ ആദ്യ ഭാഗം? പിഴുതെറിയുക, ഇടിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ തകിടം മറിക്കുക എന്നൊക്കെ പറയുന്നതിൽ അതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? ജെറമിയ പ്രവചനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 4:3 നമുക്ക് വായിക്കാം. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. നിങ്ങളുടെ തരിശു ഭൂമി, നമ്മുടെ ഹൃദയം ആദ്യം ഒന്ന് ഉഴുതു മറിക്കണം. അവിടെ പിഴുത് കളയേണ്ട കുറച്ച് ചെടികളുണ്ട്, അവിടെ നശിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ തകിടം മറിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം വേണം കുറച്ച് വിത്ത് നടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ മുമ്പേ കണ്ട ജെറമിയ പ്രവചനത്തിൽ അവസാനം നമ്മൾ കണ്ടത് എന്താ? അവിടെ നട്ടു വളർത്തണം, വിത്ത് നട്ടു വളർത്തണം, ചില കാര്യങ്ങൾ പാകണം, മുളപ്പിക്കണം, നട്ടു വളർത്തണം. അത് ചെയ്യണമെങ്കിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന കാടെല്ലാം കൂടെ ഒന്ന് വെട്ടിക്കൂട്ടി എല്ലാം ഒന്ന് റെഡിയാക്കും അല്ലേ. പിന്നെ ചില ചെടികളൊക്കെ പിഴുത് കളയും, പിന്നെ തീയിട്ട് കത്തിക്കും അല്ലേ. ആ സ്ഥലം ഒന്ന് ക്ലിയർ ആക്കും എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ 4 കാര്യങ്ങൾ വഴി നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ഹൃദയം ഒന്ന് ഒരുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജെറമിയ പറയുന്ന വിത്ത് വിതയ്ക്കുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ ഭാഗ്യം മുളപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ എങ്ങനെ നടക്കും? ഇതൊക്കെ എങ്ങനെ നടക്കും അല്ലേ? നമുക്കൊരു ആഗ്രഹമാണ്, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾ തകിടം മറിക്കണം അല്ലേ. നിലവിലിരിക്കുന്ന സംഗതികൾക്ക് ഒന്ന് മാറ്റം വരുത്തണം. അതെല്ലാ തലത്തിലാണെങ്കിലും ഒരു മാറ്റം വരുത്തണം. ഇങ്ങനെ പോയാൽ പോരാ. കുടുംബത്തിൽ ഇങ്ങനെ പോയാൽ പോരാ, അല്ല സഭയിൽ ഇങ്ങനെ പോയാൽ പോരാ, ഫോർമേഷൻ ഇങ്ങനെ പോയാൽ പോരാ, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ. ഒരു റിന്യൂവൽ, ഒരു നവീകരണം, ഇതെല്ലാം വരണം നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കും? പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ഇതുപോലെ വലിയൊരു വെളിപ്പെടുത്തൽ ദൈവത്തിന്റെ ദൂതൻ നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ നൽകിയ വെളിപ്പെടുത്തൽ എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ ഇതെല്ലാം ശരിയാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പോലെ ജെറമിയ 1:10 ഇതാ ജെറമിയ, അല്ലെ നമ്മുടെ ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് പറയുക, അല്ലയോ തോമസ്, മർക്കോസ്, പിന്നെ ആരാ വേണ്ടത്, ലില്ലിക്കുട്ടി, ആരാണോ അവരുടെ പേരെല്ലാം വിളിച്ചിട്ട് പറയാണ്, ഇതാ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്, ഈ ഒരു 6 കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ അവരോധിച്ചിരിക്കുകയാണ്. ഇനി അതെങ്ങനെ നടക്കും? അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ജെറമിയ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലാണ്. നമുക്ക് വായിക്കാം. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജെറമിയ 1:9 കർത്താവ് വെളിപ്പെടുത്തി, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, വചനം നാവിലുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്ന 6 കാര്യങ്ങളാണ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു. അല്ലയോ ജെറമിയ, നിന്റെ നാവിൽ ഇതാ കുറച്ച് വചനം ഞാൻ വെച്ചിരിക്കുന്നു. ഈ വചനം കൊണ്ട് നിനക്കൊരു 6 കാര്യം ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണതല്ലേ? അതാണ് കണ്ടത്. പിഴുത് കളയുക, നശിപ്പിക്കുക, തകിടം മറിക്കുക, പിന്നെ പണിതുയർത്തുക, നട്ടു വളർത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ നാവിൽ വചനം വന്ന് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ലോകത്ത് പ്രവർത്തിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പല ഒബ്സർവേഷൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ കുറച്ച് സെമിനാറുകൾ നടത്തിയതുകൊണ്ട്, കുറച്ച് സിമ്പോസിയം നടത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആലോചന നടത്തിയതുകൊണ്ട്, കുറച്ച് യോഗം നടത്തിയത് കൊണ്ട് ഒന്നും ഒരു ചേഞ്ച് വരുമെന്ന് വിചാരിക്കരുത്. കർത്താവിന്റെ വചനം പുറപ്പെടുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം, അവിടെ അതിന്റെ അവസാന ഭാഗം, അവിടെ ഇങ്ങനെയാണ് വചനം രേഖപ്പെടുത്തുന്നത്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ അധരത്തിലേക്ക് വചനം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹൃദയത്തിലേക്ക് വചനം പ്രവേശിക്കണം. അതുകൊണ്ട് 100 വചനങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വചനം വന്നിട്ട് വേണം അധരത്തിലേക്ക് വചനം വരാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന വലിയൊരു സംഗതിയാണ് ദൈവത്തിന്റെ വചനം. ഹൃദയത്തിൽ വചനം വന്ന് ആ വചനം നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന 1-ാമത്തെ കാര്യമാണ് സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ പിഴുതു മാറ്റപ്പെടും. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊന്ന് ഒരു സ്ഥലം നന്നായിട്ട് ഒരുക്കുമ്പോൾ ചിലത് ചെത്തിക്കളഞ്ഞിട്ട് കാര്യമില്ല, അതിങ്ങനെ പിഴുത് കളയണം. പിഴുത് കളഞ്ഞില്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അടുത്ത പുതുമഴ പെയ്യുമ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും പഴയ നാമ്പുകൾ ഉണ്ടായി വരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പിഴുതു കളയും. എന്താണ് പിഴുതു കളയുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. അവൻ മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെട്ടു. ഈശോ പറയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത സകല ചെടികളും പിഴുതു മാറ്റപ്പെടും.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ പിഴുതു മാറ്റേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ലാത്ത ഈ ലോകത്തിൻ്റെതായ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ, ഒരുപാട് തരത്തിലുള്ള സോഷ്യലിസത്തിന്റെ ഭാഗമായി വരുന്ന ഒരുപാട് തരത്തിലുള്ള സംഗതികൾ. Praise the Lord. Praise the Lord. അങ്ങനത്തെ ചില പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ എന്റെ സഹോദരങ്ങൾ, അത് വെച്ചല്ല ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, അത് പിഴുതു മാറ്റണം. ദൈവത്തിന്റെ വചനം വരുമ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിഴുതു മാറ്റപ്പെടും. ഞാൻ ഓർക്കുവാണ്, ചിലപ്പോൾ സഖ്യ ധ്യാന കേന്ദ്രത്തിലൊക്കെ താമസിച്ച ധ്യാനമൊക്കെ കൂടി ആൾക്കാർ പോകുമ്പോൾ എൻ്റെ അച്ഛാ ധ്യാനം നേരത്തെ കൊണ്ട് ഒരുപാട് കൺസെപ്റ്റുകൾ മാറിപ്പോയി. ഞാൻ വിചാരിച്ചിരുന്ന പോലെ അല്ല, ഞാൻ ശരിയെന്ന് കരുതുന്ന പലരും തെറ്റാണെന്ന് ബോധ്യമായ അച്ഛാ എന്നൊക്കെ പറഞ്ഞതിന് കാരണം എന്താ? ചില ബോധ്യങ്ങൾ കർത്താവ് കൊണ്ട് പിഴുതു മാറ്റി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രണ്ടാമത്തെ സംഗതിയാണ് സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് അധരത്തിലേക്ക് വചനം വന്ന് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇടിച്ചു തകർത്ത് കളയും. ജെറമിയ പ്രവചനത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ്, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ വചനം എന്ന് പറയുന്നത് പാറയെ തകർക്കുന്ന കൂടമാണത്. ഹല്ലേലൂയ. Hallelujah. ഞാനൊക്കെ ചിലപ്പോൾ ധ്യാനത്തിലൊക്കെ ചിലപ്പോൾ ഹൃദയം കഠിനമായി ഒരു അനുഭവം ഉണ്ടാകും. ഒരു പ്രത്യേക അവസ്ഥയിൽ സ്തുതിക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, കൈ ഉയർത്തൽ ഒന്നുമില്ല, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കാണാം. എന്നാൽ 1-ാം ദിവസം വചനം കേട്ടു, 2-ാം ദിവസം വചനം കേട്ടു, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സഹോദരങ്ങളെ വാവിട്ട് പൊട്ടിക്കരഞ്ഞ് അനുദപിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? ദൈവത്തിന്റെ വചന പാറ പോലെ ഹൃദയത്തെ തകർക്കുന്ന കൂടമാണ്. ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപദേശം മടുത്തില്ലേ? എത്ര വഴക്ക് പറഞ്ഞു, എത്ര കാര്യങ്ങൾ ചെയ്തു, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? നിലനിൽക്കുന്ന വ്യവസ്ഥകൾ മാറ്റാൻ എത്ര പരിശ്രമം നടത്തി, എന്തെങ്കിലും ചേഞ്ച് വന്നോ? അത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം വരണം. മറ്റുള്ളവരിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ വചനം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിൽ വരണം. Praise the Lord. Praise the Lord. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് ആ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് അധരത്തിൽ നിന്ന് വന്നാൽ നമുക്ക് അടുത്ത കാര്യം ചില കാര്യങ്ങളെ നശിപ്പിച്ചു കളയും. Praise the Lord. Praise the Lord. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അവിടെ വചനം ഇങ്ങനെയാണ് കാണുന്നത്, നമുക്ക് വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന് പറഞ്ഞാൽ വചനം മാംസമായി അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വചനം ഉള്ളിടത്ത് പിശാചിന് നിൽക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലോ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലോ ഒരു പൈശാചിക സ്വാധീനം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം വചനം കുറവായതുകൊണ്ടാണ്. നമ്മൾ എന്ത് ചോദിക്കേ, ബാക്കി നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉഷാറാക്കും, പക്ഷേ വചനം വായിക്കുന്ന കാര്യത്തിൽ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുട്ടികൾ ആരെങ്കിലും ഒരു 5 മിനിറ്റ് വചന വായന, അതല്ല ഞാൻ പറയുന്നത്. ദിവസം ഒരു അരമണിക്കൂർ മിനിമം, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ ദൈവത്തിന്റെ വചനം അങ്ങ് വായിക്കാൻ തുടങ്ങിയാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളിലും നമുക്ക് ചുറ്റുമുള്ള അനേക തിന്മകൾ ഒഴിഞ്ഞു പോകും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അടുത്ത വലിയ ബ്ലെസ്സിംഗ് ആണ്, തകിടം മറിക്കും. എൻ്റെ ഒറ്റ വചനം തകിടം മറിച്ച് കളയും അല്ലേ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും വിശുദ്ധ ഫ്രാൻസിസിന്റെ ചരിത്രം നമുക്കറിയാം, ഒറ്റ വചനമാണ് അല്ലേ? ഒരു ജീവിതത്തെ തകിടം മറിച്ചില്ലേ? ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടവൾ എന്ത് പ്രയോജനം? ഒരു കുറച്ച് മാസം ആവർത്തിച്ച് കേട്ട് എന്തായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ജീവിതം തന്നെ തകിടം പറഞ്ഞു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വാരം കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നട്ടു വളർത്തണം, പണിതുയർത്തണം. നട്ടു വളർത്തണം, പണിതുയർത്തണം. Praise the Lord. Praise the Lord. ജെറമിയ പ്രവചനത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതു കളയുകയില്ല. വീണ്ടും ജെറമിയ പ്രവാചകനിലൂടെ കർത്താവിന്റെ അന്മ വെളിപ്പെടുത്തുകയാണ്.
അടിമത്തത്തിൽ പോയ ജനം, പാപത്തിൽ നശിച്ച ജനം. എന്നാൽ അവരെന്ത് ചെയ്തു? അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ നിന്ന് ചില അന്യദൈവ ആരാധന പോലെ കാര്യങ്ങൾ അവർ പിഴുതു കളഞ്ഞു. അവര് പിശാചിന്റെ അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തികൾ, ദൈവകൽപ്പന ലംഘിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു. അവർ ജീവിതത്തിന്റെ തകിടം മറിഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ കർത്താവ് പറഞ്ഞത്? അവർ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവരെ പണിതുയർത്തും, ഇനി ആരും അവരെ നശിപ്പിക്കുകയല്ല. ഞാൻ അവരെ നട്ടു വളർത്തും, ഇനി ആരും അവരൊന്നും പിഴുതെടുക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വചനം വെച്ച് നോക്കി നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അനേകം പ്രിൻസിപ്പിൾസ്, അനേകം നമ്മുടെ ചില കാര്യങ്ങൾ ഈ ലോകത്തിന്റെ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അതാണ് പിഴുതു കളയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ബൈബിളിലെ ഓരോ വചനം വെച്ച് നോക്കണം. ഓരോ വചനം വെച്ച് ജീവിതത്തെ നോക്കി ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, കരുണ കാണിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രിൻസിപ്പിൾ ബൈബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മൾ പണിതുയർത്തി കൊണ്ടുവരാൻ. നശിപ്പിക്കാൻ എളുപ്പമാണ്, പണിതുയർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രമല്ല, അങ്ങനെ പണിതുയർത്താൻ സാധിക്കണമെങ്കിൽ അതിന് പറ്റുന്ന വചനങ്ങൾ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ അതിന് ഒരു ബേസ്മെന്റ് ആയിട്ട് ഒരു 10 വചനം വെച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്റെ പ്രിയപ്പെട്ട, എന്തുമാത്രം വ്യത്യാസം വരും എന്നറിയാമോ? എന്തുമാത്രം വ്യത്യാസം വരും. ഇപ്പൊ വിധിക്കാൻ വരുന്നൊരു പ്രകൃതമാണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യാം? ആ വിധിയെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റിയ ഒരുപാട് വചനങ്ങളുണ്ട്. ആ വചന ഹൃദയത്തെ നിക്ഷേപിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചെടിയായി വളർന്നു വരികയാണ്. പിന്നെന്തായി? ആ പ്രിൻസിപ്പിൾ ആയിട്ട് അത് രൂപാന്തരപ്പെടുക. ഇങ്ങനെ പിന്നെ നമ്മൾ ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണം പറഞ്ഞ എന്ന് പറയുന്നത് പോലെ വചന ഹൃദയത്തെ നിക്ഷേപിച്ച് അതിന് പ്രകാരം ചില പ്രിൻസിപ്പിൾസ് പടുത്തുയർത്തി അങ്ങനെ വന്ന് അനേകരിലുള്ള തിന്മകളെ നശിപ്പിച്ച് പിഴുത് കളഞ്ഞ് അവരെ വീണ്ടും നട്ട് വളർത്തി പണിതുയർത്താൻ തക്കവിധം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമോസിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7-8 തിരുവചനങ്ങൾ. ആമോസ് ഒരു ദർശനം കാണുകയാണ്. തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിന്റെ അരികിൽ ദൈവമായ കർത്താവ് ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. എന്നിട്ട് ദൈവം ചോദിച്ചു ആമോസിനോട്, നീ എന്ത് കാണുന്നു? ആമോസ് പറഞ്ഞു, കർത്താവെ, ഒരു തൂക്കുകട്ട. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ ലോകത്തിൻ്റെ പല മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന പല തീരുമാനങ്ങളും, പല പ്രിൻസിപ്പിൾസും, പല പെരുമാറ്റ രീതികളും, പല സ്വഭാവ രീതികളും ദൈവവചനമാണ് എന്ന് വിചാരിച്ചായിരിക്കും ചെയ്തത്. എന്നാൽ കർത്താവ് വചനമാകുന്ന തൂക്കുകട്ട പിടിച്ചുകൊണ്ട് നോക്കും. വചനം വെച്ചതിന് ചെരിവുണ്ടോ നേരെയാണോ എന്ന് ദൈവം നോക്കും. അതാണ് ന്യായവിധി. അതുകൊണ്ട് വചനം വെളിപ്പെടുത്തുകയാണ്, ന്യായവിധിക്ക് മുമ്പ് ഓരോ വചനം വെച്ച് നീ നിന്നെ തന്നെ പരിശോധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘനം മാത്രമല്ല പാപം, ഓരോ വചനത്തിന്റെയും ലംഘനം പാപമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ വചനം വെച്ച് ജീവിതത്തെ നോക്കി തെറ്റുതിരുത്തി ജെറമിയ പറയുന്നത് പോലെ പണിതുയർത്താൻ കർത്താവിന്റെ കൃപയ്ക്കായി ദാഹിക്കാം. അനുദപിക്കേണ്ടത് അനുദപിക്കാം, തീരുമാനിക്കേണ്ടത് തീരുമാനിക്കാം. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാം. പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാം. ദാസരാം ഇവരിൽ താവക ചൈതന്യം പരിശുദ്ധാത്മാവേ ചൊരിയണമേ. ദാസരാം ഇവരിൽ താവക ചൈതന്യം പരിശുദ്ധാത്മാവേ ചൊരിയ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറ